ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനിൽ കൃത്യമായി പറയുന്നുണ്ട്, വോട്ട് ഉറപ്പിക്കുന്നതിനായി ജാതിയോ വർഗീയമോ ആയ വികാരങ്ങൾക്ക് അപേക്ഷിക്കാൻ പാടില്ല. മസ്ജിദുകൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വേദിയായി ഉപയോഗിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 3 വർഷം തടവ് അല്ലെങ്കിൽ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകണമെന്നുള്ളതാണ്. വളരെ കൃത്യമാണ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യപ്പെട്ടതാണ്. കൃത്യം വർഗീയതയാണ് പറഞ്ഞത്. ആ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിയല്ല, നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ. അവിടെ നടപടി എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ മോദിക്ക് മുന്നിൽ മുട്ടിടിക്കുന്നു എന്നുള്ളതാണ്. മുട്ടിടിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ ഒരേ സമയം തന്നെ ഈ മോദിയുടെ ഈ ഇടപെടലും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഭരണഘടനാ സ്ഥാപനമാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ വളരെ പേടിപ്പിക്കുന്ന തരത്തിലേക്ക് മോദി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകുമെന്ന് പോലും അറിയാൻ കഴിയില്ല. മോദി എന്ന് പറയുന്ന ആ ഭയം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി അത് എത്രത്തോളം ശക്തമാണെന്നുള്ളതാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നിലപാടുകളിലെ ബോധ്യപ്പെടുന്നത്. പിന്നെ ഒരു പ്രശ്നം, നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ നേരത്തെ ഹിറ്റ്ലറെ കണ്ടിട്ടുണ്ട്, ഏകാധിപത്യങ്ങൾ, മുസോളിനിയെ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏകാധിപതി, തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപതി എന്ന് സമഗ്രാധിപത്യം, അതാണ് കറക്റ്റ്. സമഗ്രാധിപത്യം അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഭീതിതമായ അവസ്ഥയും കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. മോദി എന്ന് പറയുന്ന ഈ പണ്ട് ഈ ജർമ്മനിയിലാണെന്ന് തോന്നുന്നു, ജർമ്മനിയിൽ ഏതോ കവി എന്തോ ആരോ കാഫ്ക മറ്റോ ആണെന്ന് തോന്നുന്നു പറഞ്ഞു. ഇപ്പോൾ ജർമ്മനിയിൽ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ അന്തരീക്ഷമാണെന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആ നിലപാട് കൂടി പരിശോധിക്കുമ്പോഴാണ് എവിടം വരെ ഈ രാജ്യത്തിൻ്റെ ഈ ആധിപത്യം, ഈ മോദി ആധിപത്യം എത്തിച്ചേർന്നു എന്നുള്ളത്. ഇലക്ഷൻ കമ്മീഷന് അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ ഒരു പരാതി വന്നു, അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പാട്ട്, അതിൽ ജുഡീഷ്യറിക്കെതിരെ പരാമർശമുണ്ട്, അന്വേഷണ ഏജൻസികൾക്കെതിരെ പരാമർശമുണ്ടെന്ന് കയ്യോടെ തന്നെ നടപടിയെടുത്തു. ആ പാട്ട് മാറ്റി ആ പാട്ടിലെ വരികൾ തിരുത്തണമെന്ന് ഏതായാലും എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഇപ്പോ ആ പാട്ടിന്റെ ആദ്യത്തെ വരികൾ ജയിൽ കെ ജവാബ് വോട്ട്സേ എന്നത്, മറ്റേ ആ വരികൾ ആണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രചാരണ വാക്യമായിട്ട് ആം ആദ്മിയുടെ മാറിയിരിക്കുന്നത്. അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഇവരെന്താണ് പറയുന്നത്? ഇനിയിപ്പോൾ ചന്ദാമാമ ദൂർക്കെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, കുട്ടികളെ ഉറക്കുന്നത്, കുട്ടികളെ കളിപ്പിക്കുന്നത്, അത് പാടി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സ്ഥിതി വരും. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ പോയിട്ട്